അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രാരംഭ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ നടത്തിയ അതിവേഗ പ്രതികരണം ലോക സൈനിക വിശകലകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. തങ്ങളുടെ പരമോന്നത സൈനിക നേതൃത്വത്തെ ലക്ഷ്യമിട്ട് അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അല്ലെങ്കിൽ IRGC ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ പ്രത്യാക്രമണം ആരംഭിച്ചതായി റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ആക്രമണം വളരെ പ്ലാനോടുകൂടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് വെറും ഒരു തിരിച്ചടിയല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. കാരണം ദീർഘകാലം തയ്യാറാക്കിയ പ്രതിരോധ സിദ്ധാന്തത്തിന്റെ ഒരു പ്രായോഗിക പ്രകടനമാണെന്ന വിലയിരുത്തലാണ് ഈ പല സുരക്ഷാ നിരീക്ഷകരുടെയും അല്ലെങ്കിൽ മനസ്സിലാവുന്നത്, അവർ പറയുന്നത്. ഇനി പ്രധാന നേട്ടം എന്ന് പറയുന്നത് ഏകദേശം 2000 കിലോമീറ്റർ വരെ താഴ്ന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇവ ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ക്ഷീണിപ്പിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്ന സാച്ചുറേഷൻ ആക്രമണങ്ങൾ നടത്താൻ ഉപയോഗിക്കാൻ കഴിയും. ഇത് അവരുടെ മറ്റൊരു കരുത്തുറ്റ ഭാവം കൂടിയാണ്. വില കുറഞ്ഞെങ്കിലും തന്ത്രപരമായിട്ടുള്ള വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ആയുധങ്ങളായതിനാൽ തന്നെ ശക്തരായിട്ടുള്ള രാജ്യങ്ങൾക്കെതിരായ അസമമായിട്ടുള്ള പ്രതിരോധത്തിന്റെ ഉദാഹരണമായി ഇവയെ കണക്കാക്കുന്നുണ്ട്. ഇനി കടൽ മേഖലയിലും ഇറാൻ പ്രത്യേക തന്ത്രം പിന്തുടരുന്നു. അതായത് ഇറാൻ വലിയ പ്ലാനോടുകൂടി മറ്റുള്ള ഈ യുദ്ധങ്ങളെ അല്ലെങ്കിൽ ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഈ ഒരു പ്ലാനുകളെല്ലാം ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തായാലും IRGC നാവികസേന പേർഷ്യൻ ഗൾഫിലും ഹോർമസ് കടലിടുക്കിലും പ്രവർത്തിക്കുന്ന ചെറിയ വേഗ ബോട്ടുകളുടെ വലിയ ശൃംഖലയാണ് ഉപയോഗിക്കുന്നത്. ഇനി ടോർപിഡോകളും കപ്പൽ വിരുദ്ധ മിസൈലുകളും ഉപയോഗിച്ച് വലിയ യുദ്ധക്കപ്പലുകൾക്ക് പോലും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സേനയെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. ഇനി സമുദ്ര ഗതാഗതം നിയന്ത്രിക്കാൻ മൈനുകൾ വിന്യസിക്കുന്ന ശേഷിയും ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള ശക്തിയെ കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് ഇറാന്റെ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഈ ആക്രമണം എങ്ങനെയെങ്കിലും തടയിടാൻ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ അല്ലെങ്കിൽ തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു രീതിയിലുള്ള ആക്രമണത്തെയും നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തര അല്ലെങ്കിൽ കരുത്തുറ്റ നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇറാൻ സ്വീകരിച്ച സൈനിക സമീപനം പരമ്പരാഗത ശക്തി പ്രദർശനമല്ല, മറിച്ച് ഇതൊരു ദീർഘകാല പ്രതിരോധ തത്വത്തിന്റെ ഫലമാണ്. വലിയ സൈനിക ശക്തികളോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം ഈ ദീർഘകാല സമ്മർദ്ദവും സ്ഥിരമായിട്ടുള്ള ആക്രമണ ശേഷിയും നിലനിർത്തുന്ന രീതിയിലാണ് ഇറാനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധവും സാങ്കേതിക ഈ ഒരു കാര്യങ്ങളും ഉള്ള രാജ്യങ്ങൾ നേരിട്ടും IRGCയുടെ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉദാഹരണമായിട്ടാണ് നിരീക്ഷകർ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഉയർന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഒരു പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രാദേശിക ശക്തി സമവാക്യങ്ങളെ പുതുക്കി എഴുതുന്ന ഘടകമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ സാങ്കേതികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും കൂടുതൽ ശക്തരായ എതിരാളികൾക്കെതിരെ പോലും സ്വയം നിലനിൽക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്ത രാജ്യമായിട്ട് ഇറാൻ സ്വയം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു സംഘർഷം അടുത്ത ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുമെന്ന് സംശയമില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മാത്രമല്ല ഇറാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ നിലപാടുകൾ, നീക്കങ്ങൾ മറ്റ് രാജ്യങ്ങളെ വലിയ രീതിയിലുള്ള ആശങ്കയിലാക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വ്യോമതാവളങ്ങൾ നിർത്തിവെക്കുന്നു. ഒരുപാട് വിനോദസഞ്ചാരികളാവട്ടെ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോയവരാകട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഇന്ത്യക്കാരടക്കം പലരും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ഇത്തരം ആക്രമണങ്ങളിൽ ഈ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇറാൻ നേരത്തെ തന്നെ കണക്ക് കൂട്ടി വെച്ചിരുന്ന ചില കാര്യങ്ങളാണ് ഈ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തരം ഈ ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഇറാൻ ഒരു ആക്രമണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് നടത്തുമ്പോൾ ഈ ഒരു പദ്ധതി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അതായത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വളരെ ഗൗരവമേറിയതായിരിക്കും, കടുത്ത മറുപടിയായിരിക്കും എന്ന് പല മാധ്യമ പ്രവർത്തകരും പറയുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന നീക്കങ്ങളും ഏകദേശം അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ തന്നെ നിലവിൽ 10 രാജ്യങ്ങളിലേക്കാണ്, അതായത് അമേരിക്കൻ എയർബേസുകളുള്ള 10 രാജ്യങ്ങളിലേക്കാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം നടന്നിരിക്കുന്നത്. ആ ഒരു നീക്കങ്ങൾ നടന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ രണ്ടാമത്തേത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് മരിച്ചതിന് ശേഷം പിന്നീട് അവിടെ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ പിൻഗാമിയായിട്ടുള്ളവരെ ചുമതലകൾ ഏറ്റി അല്ലെങ്കിൽ അവർക്ക് കൈമാറിക്കൊണ്ട് വരുമ്പോൾ
രണ്ടാമത് അവർ വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ട്രംപ് പറഞ്ഞ പല കാര്യങ്ങളും തള്ളി പറഞ്ഞ്, അതായത് യുദ്ധത്തിൽ ഞങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ യുദ്ധം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടിയ കാര്യമില്ല, അത്തരം വാദങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് തള്ളുന്നു, യുദ്ധത്തിലേക്ക് തന്നെ പോകുന്നു എന്ന നിലപാട് വ്യക്തമാക്കി ഇറാൻ വന്നതോടെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതറ്റവും വരെ ഇറാൻ പോകും എന്നതാണ്. അതിൽ സംശയവുമില്ല. കാരണം ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരം നീക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുമ്പോൾ അത് പലരെയും അത് അപായപ്പെടുത്തുന്നുണ്ട്, പലർക്ക് സമാധാന ഇല്ലായ്മയാകുന്നുണ്ട്. അപ്പൊ ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപക്ഷെ ഈ മധ്യപൂർവേഷ്യയിലൊക്കെ ഇതിനൊരു ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ശമനം വേണം എന്ന രീതിയിലൊക്കെ ഒരു ശ്രമങ്ങൾ നടക്കുമ്പോഴും അതൊന്നും വകവെക്കാതെയാണ് ഇറാൻ തന്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് എത്രത്തോളം കഠിനമായിരിക്കും എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പല ഭാഗത്തുള്ള സ്ഥലങ്ങളിലെ അറ്റാക്ക് നടന്നു. അപ്പൊ അവിടെയൊക്കെ ആക്രമണങ്ങൾ നടന്നതിന്റെ ഫലമായിട്ട് തന്നെ പരിക്കേറ്റതും കൊല്ലപ്പെട്ടതുമായിട്ടുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരം നീക്കങ്ങൾ എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ നിന്ന് പിന്മാറണം എന്നുണ്ടെങ്കിൽ ഇറാന്റെ ചില നിലപാടുകൾ മറ്റു രാജ്യങ്ങളും ഈ അമേരിക്ക തീർച്ചയായിട്ടും അത് സ്വീകരിക്കേണ്ടി വരും. അത്തരം നീക്കങ്ങൾ എന്തായാലും അമേരിക്ക സ്വീകരിക്കുമോ എന്നതിൽ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഈ ആക്രമണം വലിയ രീതിയിൽ തന്നെ പോകുന്നത് പലർക്കും ഒരു സമാധാനക്കേടായി മാറുകയാണ്.